ഈ ക്ലാസ്സിൽ നമ്മൾ ഇനി നടക്കാൻ പോകുന്ന യൂണിവേഴ്സിറ്റി എക്സാം എന്ന പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള സിനോണിംസ് ആൻഡ് ആന്റണിംസ് ആണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ഇതെന്ന് പറയുന്നത് NCERT സിലബസിലെ പുസ്തകങ്ങളിൽ 5th സ്റ്റാൻഡേർഡ് മുതൽ 4th സ്റ്റാൻഡേർഡ് വരെയുള്ള പുസ്തകങ്ങളിൽ കാണപ്പെട്ട സിനോണിംസും ആന്റണിംസുമാണ് നമ്മളിവിടെ ഒരു ടേബിൾ പോലെ വെച്ചിട്ട് ഞാൻ പറഞ്ഞു തരുന്നത്. തീർച്ചയായിട്ടും ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇതിനോടകം ചോദിച്ച വാക്കുകളും ഇതിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ഈ പറയുന്ന 200 സിനോണിംസും ഒപ്പം അതിന്റെ ആന്റണിംസും ആണ് പഠിക്കുന്നത്. നമുക്ക് ഈ 200 എണ്ണം പഠിക്കാം. എന്തായാലും നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് വരാം. നോക്കുക, ഇവിടെ വേർഡ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആ വാക്കിന്റെ സിനോണിംസ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളത് അതിന്റെ ആന്റണിംസ്. അങ്ങനെ ഒരേ ക്ലാസ്സിൽ തന്നെ ഈ പറയുന്ന 200 വാക്കുകളുടെയും സിനോണിംസും ആന്റണിംസും ആണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം തന്നെ നോക്കുന്നത് അക്യൂമൻ എന്ന് പറയുന്ന വാക്കാണ്. ഇത് PSC ചോദിച്ചിട്ടുണ്ട്. എന്താണ് അക്യൂമൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അവയർനെസ് അല്ലെങ്കിൽ ബ്രില്യൻസ് എന്നാണ്. അക്യൂമന്റെ സിനോണിംസ് ആയിട്ട് നമുക്ക് അവയർനെസ് അല്ലെങ്കിൽ ബ്രില്യൻസ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ അങ്ങനാകുമ്പം അതിന്റെ ആന്റണിം എന്തായിരിക്കും? സ്റ്റുപ്പിഡിറ്റി, പിന്നെ ഇഗ്നോറൻസ്. അപ്പം അക്യൂമൻ അതിന്റെ സിനോണിംസ് ആയിട്ട് അവയർനെസ്, ബ്രില്യൻസ്. അതിന്റെ ആന്റണിംസ് ആയിട്ട് നമുക്ക് സ്റ്റുപ്പിഡിറ്റിയും ഇഗ്നറൻസും എഴുതാം. അഡ്ഹിയർ, അതിന്റെ സിനോണിംസ് ഏതൊക്കെയാണ്? കംപ്ലൈയും ഒബ്സർവുമാണ്. അപ്പോ അതിന്റെ ആന്റണിംസ് ആയിട്ട് നമുക്ക് എന്ത് പറയാം? കണ്ടം അല്ലെങ്കിൽ ഡിസ്ജോയിൻ. അടുത്തത് അബോളിഷ്. അബോളിഷ് എന്ന് പറയുന്ന വാക്കിന്റെ സിനോണിംസ് ഏതൊക്കെയാണ്? അബ്രോഗേറ്റും ആനുവലും. അതിന്റെ ആന്റണിംസ് ആയിട്ട് നമുക്ക് സെറ്റപ്പ് അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് നമുക്ക് പറയാം. അടുത്ത അബാഷ്, അതിന്റെ സിനോണിംസ് ഡിസ്കൺസേർട്ട്, റാറ്റിൽ. അതിന്റെ ആന്റണിംസ് ആയിട്ട് നമുക്ക് അപ്ഹോൾഡ്, ഡിസ്കമ്പോസ് എന്ന് പറയാം. ഇനി അടുത്തത് എന്താണ്? അബൗണ്ട്. അതിന്റെ സിനോണിംസ് ഏതൊക്കെയാണ്? ഫ്ലറിഷ്, പ്രൊലിഫറേറ്റ്. അബൗണ്ടിന്റെ സിനോണിംസ് ആയിട്ട് നമുക്ക് ഫ്ലറിഷും പ്രൊലിഫറേറ്റും പറയാം. ഇനി അതിന്റെ ആന്റണിംസ് എന്താണ്? ഡെഫിഷ്യന്റ് അല്ലെങ്കിൽ ഡെസ്റ്റിറ്റ്യൂട്ട് എന്ന് നമുക്ക് പറയാം. എബേറ്റ് എന്താണ്? മോഡറേറ്റ് അല്ലെങ്കിൽ ഡിക്രീസ് എന്നൊക്കെയാണ് എബേറ്റിന്റെ. അതിന്റെ ആന്റണിംസ് ആയിട്ട് നമുക്ക് അഗ്രവേറ്റ് എന്ന് പറയാം. അടുത്ത അബ്ജക്റ്റ്, അതിന്റെ സിനോണിംസ് ഏതൊക്കെയാണ്? ഡെസ്പിക്കബിൾ, സർവൈവ്. അപ്പോൾ അതിന്റെ ആന്റണിംസ് ആയിട്ട് നമുക്ക് കമന്റബിൾ, പ്രൈസ് വർത്തി എന്ന് പറയാം. അബ്ജുവർ, അതിന്റെ സിനോണിംസ് ആയിട്ട് നമുക്ക് ഫോർസേക്ക്, റിനൗൺസ് എന്ന് പറയാം. അപ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? അപ്രൂവ്, സാങ്ഷൻ. അബോർട്ടീവ്, അതിന്റെ സിനോണിംസ് ആയിട്ട് നമുക്ക് വെയിൻ, അൺപ്രൊഡക്റ്റീവ് എന്ന് പറയാം. അതിന്റെ ആന്റണിംസ് ആയിട്ട് നമുക്ക് പ്രൊഡക്റ്റീവ് എന്ന്. അബ്സോൾവ്, അതിന്റെ സിനോണിംസ് ആയിട്ട് നമുക്ക് പാർഡൻ, ഫോർഗീവ്. ഇനി അതിന്റെ ആന്റണിംസ് ആയിട്ട് നമുക്ക് കമ്പൽ, അക്യൂസ്. അടുത്ത അക്കോർഡ്. അക്കോർഡിന്റെ എന്താണ്? സിനോണിംസ് ആയിട്ട് നമുക്ക് എഗ്രീമെന്റ്, ഹാർമണി എന്ന് പറയാം. അതിന്റെ ഓപ്പോസിറ്റ് ഡിസ്കോർഡ്. ആക്രിമണി എന്താണ്? ഹാർഷ്നസ് അല്ലെങ്കിൽ ബിറ്റർനെസ് എന്നാണ് സിനോണിംസ്. അതിന്റെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ അതിന്റെ ആന്റണിംസ് ആയിട്ട് നമുക്ക് കർട്സിയും ബെനവലൻസും പറയാം. അറ്റാമെന്റ്, അതിന്റെ സിനോണിംസ് ആയിട്ട് നമുക്ക് സ്റ്റബോൺ,
ഇൻഫ്ലെക്സിബിൾ എന്ന് പറയാം. ആൻഡ് ആന്റണിംസ് ആയിട്ട് നമുക്ക് ഫ്ലെക്സിബിൾ, സോഫ്റ്റ് എന്ന് പറയാം. അഡ്ഹെറന്റ് അതിന്റെ സിനോണിംസ് ഫോളോവർ, ഡിസൈപ്പിൾ. അതിന്റെ ആന്റണിംസ് ആയിട്ട് നമുക്ക് റൈവൽ, അഡ്വേഴ്സറി എന്ന് പറയും. അടുത്തത് അഡ്ജങ്ക്റ്റ്. അതിന്റെ സിനോണിംസ് ആയിട്ട് നമുക്ക് ജോയിൻഡ് അല്ലെങ്കിൽ ആഡഡ്. അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് സെപ്പറേറ്റഡ്, സബ്ട്രാക്റ്റഡ് എന്ന് പറയാം. അഡ്മോണിഷ് അതിന്റെ സിനോണിംസ് ആയിട്ട് നമുക്ക് കൗൺസൽ, റിപ്രൂവ് എന്ന് പറയാം. അപ്പൊ അതിന്റെ ആന്റണിംസ് എന്തൊക്കെയായിരിക്കും? അപ്രൂവും അപ്ലോഡും. അഡ്വേഴ്സിറ്റി അതിന്റെ എന്താണ് സിനോണിംസ്? എന്താണ്? മിസ്ഫോർച്യൂൺ അല്ലെങ്കിൽ കലാമിറ്റി. അപ്പൊ അങ്ങനെ ആകുമ്പോൾ അതിന്റെ ആന്റണിംസ് ആയിട്ട് നമുക്ക് പ്രോസ്പെരിറ്റി അല്ലെങ്കിൽ ഫോർച്യൂൺ എന്ന് പറയാം. ഇനി ഏലിയൻ അതിന്റെ സിനോണിംസ് ആയിട്ട് നമുക്ക് ഫോറിനർ, ഔട്ട്സൈഡർ എന്ന് പറയാം. അതിന്റെ ആന്റണിംസ് ആയിട്ട് നമുക്ക് നേറ്റീവ്, റെസിഡന്റ് എന്ന് പറയാം. അടുത്തത് അലേ. എന്താണ് അതിന്റെ സിനോണിംസ്? ആസിഫൈ, സൂത്ത്. അതിന്റെ ആന്റണിംസ് ആയിട്ട് നമുക്ക് അഗ്രവേറ്റ്, എക്സൈറ്റ് എന്ന് പറയാം. അടുത്ത് അലിവിയേറ്റ്. എന്താണ്? വെറ്റ്, ലീവ് ആണ് സിനോണിംസ്. അതിന്റെ ഓപ്പോസിറ്റ് അഗ്രവേറ്റ്, എൻഹാൻസ്. അല്യൂർ അതിന്റെ സിനോണിംസ് എന്താണ്? എൻറ്റൈസ് അല്ലെങ്കിൽ ഫാസിനേറ്റ്. അതിന്റെ ഓപ്പോസിറ്റ് റിപ്പൾസ് അല്ലെങ്കിൽ റിപ്പൽ. അസെന്റ് അതിന്റെ സിനോണിംസ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. അസെന്റ് എന്താണ്? ക്ലൈംബ് അല്ലെങ്കിൽ എസ്കലേറ്റ്. ഇനി അതിന്റെ എന്താണ് ആന്റണിംസ് ആയിട്ട് നമുക്ക് ഡിസെന്റ്, അതുപോലെ ഡിക്ലൈൻ എന്ന് പറയാം. ആംപ്ലിഫൈ അതിന്റെ സിനോണിംസ് ആയിട്ട് ഓഗ്മെന്റ്, ഡീപ്പൻ എന്ന് പറയാം. അപ്പോൾ അതിന്റെ ആന്റണിംസ് ആയിട്ട് നമുക്ക് ലെസൺ, കോൺട്രാക്ട്. അറെയിൻ എന്താണ്? ഇൻക്രിമിനേറ്റ് അല്ലെങ്കിൽ ഇൻഡിക്റ്റ്. അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് എന്ത് പറയാം? എക്സ്കൾപ്പേറ്റ് അല്ലെങ്കിൽ പാർഡൻ പറയാം. ഒഡാസിറ്റി അതിന്റെ സിനോണിംസ് ആയിട്ട് നമുക്ക് ബോൾഡ്നെസ്, റേജ് എന്ന് പറയാം. അപ്പോൾ അതിന്റെ ആന്റണിംസ് ആയിട്ട് നമുക്ക് മൈൽഡ്നെസ്, ഒവാഡിസ് എന്ന് പറയാം. ഓതന്റിക് അതിന്റെ മീൻസ് അതൊക്കെയാണ് ആക്യുറേറ്റ്, ക്രെഡിബിൾ. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? ഫിക്റ്റിഷ്യസ്, അൺറിയൽ എന്ന് പറയാം. ഇനി ഓക്വേർഡ്. ഓക്കെ, ഓക്വേർഡിന്റെ സിനോണിംസ് ആയിട്ട് നമുക്ക് റൂഡ്, ബ്ലണ്ടറിങ് എന്ന് പറയാം. അങ്ങനെ അതിന്റെ ആന്റണിംസ് ആയിട്ട് നമുക്ക് അഡ്രോയിറ്റ്, ക്ലവർ എന്ന് പറയാം. അടുത്ത ആക്സിയം എന്താണ്? ട്രൂയിസം. അപ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് അബ്സേർഡിറ്റി, ബ്ലണ്ടർ. ബാഫിൾ സിനോണിംസ് ആയിട്ട് നമുക്ക് അസ്റ്റൗണ്ട്, ബേസ് എന്ന് പറയാം. അപ്പൊ അങ്ങനെ ആകുമ്പോൾ അതിന്റെ ആന്റണിംസ് ആയിട്ട് നമുക്ക് ഫെസിലിറ്റേറ്റ്, ക്ലാരിഫൈ എന്ന് പറയാം. അടുത്ത ബിവിച്ചിങ് എന്താണ്? അലൂറിങ് അല്ലെങ്കിൽ ചാമിങ്. അതിന്റെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ അതിന്റെ ആന്റണിംസ് റിപ്പൾസീവ്, റിപഗ്നന്റ്. ബ്ലീക്ക് അതിന്റെ സിനോണിംസ് ഗ്രിമ്മും, ഓസ്റ്റിയർ. അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് ബ്രൈറ്റ് അല്ലെങ്കിൽ പ്ലസന്റ് എന്ന് പറയാം. അടുത്ത ബ്രിറ്റിൽ അതിന്റെ സിനോണിംസ് എന്തൊക്കെയായിരിക്കും? ബ്രേക്കബിൾ, ക്രിസ്പ്. അതിന്റെ ആന്റണിംസ് ആയിട്ട് നമുക്ക് ടഫ്, എൻഡ്യൂറിങ് എന്ന് പറയാം.
എഴുതുക ബസിൽ, കൊമോഷൻ, tumult. ആന്റണിംസ് ആയിട്ട് നമുക്ക് സ്ലോനെസ്, ക്വയറ്റ് എന്ന് പറയാം. ഈ ബാർബറസ് അതിന്റെ സിനോണിംസ് ആയിട്ട് നമുക്ക് ഫ്രസ്ട്രേറ്റ്, പെർപ്ലക്സ് എന്ന് പറയാം. ഓപ്പോസിറ്റ് ആണ് നമുക്ക് സിവിലൈസ്ഡ് എന്ന് പറയാം. ഇത് ബറോക്ക് സിനോണിംസ് നമുക്ക് ഫ്ലോറിഡ്, ഗിൽറ്റ് എന്ന് പറയാം. ആന്റണിംസ് ആയിട്ട് നമുക്ക് പ്ലെയിൻ, അൺഅഡോൺഡ് എന്ന് പറയാം. ഇത് ബാരൻ അതിന്റെ സിനോണിംസ് ആയിട്ട് നമുക്ക് ഡെസൊലേറ്റ്, റൈറ്റ് എന്ന് പറയാം. അതിന്റെ ഓപ്പോസിറ്റ് നമുക്ക് ഡാംപ്, ഫെർട്ടൈൽ എന്ന് പറയാം. അടുത്തത് ബാരിയർ. എന്താണ് സിനോണിംസ് ആയിട്ട് നമുക്ക് ബാരിക്കേഡ് അല്ലെങ്കിൽ ഒബ്സ്റ്റക്കിൾ എന്നൊക്കെ പറയാം. അതിന്റെ ആന്റണിംസ് ആയിട്ട് നമുക്ക് ലിങ്ക്, അസിസ്റ്റൻസ് എന്ന് പറയാം. ഈ പറയുന്ന ഇനി നമുക്ക് ഇതുപോലെ വായിച്ചു പോകാനുണ്ട്. നമ്മൾ ഈ 200 എണ്ണവും ഈ പറയുന്ന ഇങ്ങനെ വായിച്ചു പോയി കഴിഞ്ഞാൽ നമ്മുടെ സമയം നമുക്ക് നഷ്ടമാവും. അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് PDF ആയിട്ട് കിട്ടും. കിട്ടാനുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അതുവഴി ഈ പറയുന്ന 200 വാക്കുകളുടെയും സിനോണിംസും ആന്റണിംസും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അതിന്റെ ലിങ്ക് തീർച്ചയായിട്ടും താഴെയുണ്ട്, കമന്റ് ബോക്സിലും അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് എടുക്കാവുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് ഇത് പഠിക്കാം. തീർച്ചയായിട്ടും ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ മറക്കരുത്. ഹെൽപ്ഫുൾ ആയിട്ടുള്ള സംഭവം തന്നെയാണ്. ഇന്നൊക്കെ ഓൾറെഡി PSC ചോദിച്ചിട്ടുണ്ട്. ഇനിയും ചോദിക്കാനുള്ള ഒത്തിരി വാക്കുകൾ ഇതിനകത്തുണ്ട്. അതൊക്കെ തീർച്ചയായിട്ടും ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് ഡൗൺലോഡ് ചെയ്ത് എടുക്കുക.